US-ഇറാൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സൈനിക നീക്കത്തിനിടെ തങ്ങളുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും 3 പൈലറ്റുമാരെ ഖത്തർ തടവിലാക്കിയെന്നുമുള്ള ഇറാന്റെ അവകാശവാദം ഖത്തർ നിഷേധിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഇറാൻ നടത്തുന്നതെന്നും വസ്തുതാവിരുദ്ധമായ ഇത്തരം വാദങ്ങളിൽ അത്ഭുതം രേഖപ്പെടുത്തുന്നതായും ഖത്തർ വ്യക്തമാക്കി. മാർച്ച് 2-ന് നടന്ന സൈനിക അഭ്യാസത്തിനിടെ കൊല്ലപ്പെട്ട മജീദ് കാസെമി എന്ന 4ാമത്തെ പൈലറ്റിന്റെ മൃതദേഹം വിട്ടുനൽകിയെന്നും എന്നാൽ ജവാദ് സലേഹി, അബ്ദുൾ മജീദ് ദഷ്ടിയാൻ, ഇമ്രാൻ ബെഹ്ഷറോയാൻ എന്നീ 3 പൈലറ്റുമാർ കഴിഞ്ഞ 6 മാസമായി ഖത്തറിന്റെ കസ്റ്റഡിയിലാണെന്നാണ് ഇറാന്റെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാഗർ സാദെ ആരോപിച്ചത്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി തലവൻ മിർജാന സ്പോൾസർ ജാർജിന് അയച്ച കത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. ഖത്തറിലെ സൈനിക ക്യാമ്പ് ലക്ഷ്യമാക്കി നടത്തിയ ദൗത്യത്തിനിടെ വിമാനം തകർന്നപ്പോൾ ഇവർ പാരച്യൂട്ട് വഴി രക്ഷപ്പെടുകയായിരുന്നു എന്നും എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഖത്തർ ഇവരെ ബന്ദികളാക്കിയെന്നും കുടുംബവുമായി ബന്ധപ്പെടാൻ അനുവാദം നൽകിയിട്ടില്ലെന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട്. സുഖായ് 24 വിഭാഗത്തിൽപ്പെട്ട 2 വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഖത്തറിന്റെ വ്യോമാതിർത്തി ലംഘിച്ച പൈലറ്റുമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് മുഹമ്മദ് അൻസാരി വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് എക്സിലൂടെ അദ്ദേഹം അറിയിച്ചു. കാണാതായ പൈലറ്റുമാർക്കായി തെരച്ചിൽ നടത്തുന്നതിൽ ഖത്തറിന്റെ രക്ഷാപ്രവർത്തന സംഘങ്ങൾ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചുവെന്നും തെരച്ചിലിൽ കണ്ടെടുത്ത ഒരു പൈലറ്റിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇറാന് കൈമാറുന്നതിന് ആവശ്യമായ നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നതിനായി ഇറാനിയൻ അന്വേഷണ സംഘത്തെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഖത്തർ അനുവദിക്കണമെന്ന് ബാഗർ സാദെ ആവശ്യപ്പെട്ടു. എന്നാൽ തെരച്ചിൽ വിവരങ്ങൾ വിലയിരുത്തുന്നതിനായി ഏപ്രിൽ മാസത്തിൽ തന്നെ ഇറാനിയൻ സംഘത്തെ ഖത്തറിലേക്ക് ക്ഷണിച്ചിരുന്നതായും ഇതിന് ടെഹ്റാനിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അൻസാരി വ്യക്തമാക്കി. അതേസമയം ഗസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനും സമാധാന പദ്ധതി നടപ്പിലാക്കാനും ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപൂർവേഷ്യൻ പ്രതിനിധിയും മരുമകനുമായ ജാരേഡ് കുഷ്നർ ഹമാസ് നേതൃത്വവുമായി അപൂർവ ചർച്ച നടത്തി. ഈജിപ്തിലെ എൽ അലാമയിൽ വെച്ച് നടന്ന ഇത്തരത്തിലുള്ള ചർച്ചയിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമാധാന സമിതി അതായത് ബോർഡ് ഓഫ് പീസ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ 15-ഇന സമാധാന നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ നിർണായക നീക്കമാണ് ഈ ചർച്ചയിലൂടെ നടന്നിരിക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതിനിധികളും ബോർഡ് ഓഫ് പീസ് എക്സിക്യൂട്ടീവ് പ്രതിനിധികളായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, നിക്കോളായ് ബ്ലാഡേനോവ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഹമാസിന്റെ ആയുധങ്ങൾ പൂർണ്ണമായി നിഷ്ക്രിയമാക്കുക, ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക, ഗസയുടെ പുനർനിർമ്മാണം പുതിയ സ്വതന്ത്ര ഫലസ്തീൻ ഭരണകൂടത്തിന് കീഴിലാക്കുക എന്നിവയാണ് ട്രംപിന്റെ പദ്ധതിയിലുള്ളത്.